ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് 17-ാം ദിനമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 17 ദിവസങ്ങളിലും മികച്ച രീതിയിൽ കളക്ഷനോടെ മുന്നോട്ട് പോകുന്നു. വമ്പൻ സിനിമകളാണ് കേരളം ഭരിക്കുന്നത്. ഇതിനോടകം തന്നെ 1000 കോടിയോളമാണ് സിനിമ ഈ ഒരു ജനുവരി തൊട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വരെ നേടിയിരിക്കുന്നത്. 10ഓളം സൂപ്പർ ഹിറ്റുകൾ പിറന്ന ഈ ഒരു വർഷം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായി മാറുമ്പോൾ 438ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട് 32,000-ന് മുകളിൽ ആളുകൾ കാണുന്നു. ഇന്ന് 33% ഒക്യുപ്പൻസിയിൽ വരുമ്പോൾ ഈ സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. ഫൈനലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത് 69 ലക്ഷത്തോളം രൂപയായിരിക്കുമെന്നുള്ളതാണ്. അതായത് ഇന്നും 80-90 ലക്ഷം രൂപയായിരിക്കും സിനിമയുടെ കളക്ഷനായി വരുന്നത്. സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു, വലിയ വിജയങ്ങൾ നേടുന്നു. ഇപ്പോൾ 70 കോടി ക്ലബിലേക്ക് എത്തുന്നു ഈ ഒരു സിനിമ. കേരള കളക്ഷൻ മാത്രമായിട്ട് 40 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ എല്ലാവരും തുടങ്ങിയ ആ ഒരു വമ്പൻ താരനിര മലയാളത്തിൻ്റെ യൂത്തിൻ്റെ 2020 എന്ന് വിളിക്കാവുന്ന വർഷങ്ങൾക്ക് ശേഷം ഇന്നും തിയേറ്ററിൽ ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമ 100 കോടി ക്ലബിലേക്ക് കയറുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള പ്രസൻസ് തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് പോകുന്നത്. ആദ്യം പ്രണവിൻ്റെ പേരിലൂടെ വന്നെങ്കിൽ ഇന്ന് നിവിൻ പോളി കീഴടക്കുന്ന സിനിമയായി മാറുന്നു. അതുകൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർ പോലും പ്രണവിനെ തള്ളി ഇപ്പോൾ നിവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം പറയാം, ഈ ഒരു സിനിമ ഈ ഒരു റേഞ്ചിലെത്തണമെങ്കിൽ അതിൻ്റെ 99% പ്രണവ് മോഹൻലാൽ എന്ന ഒറ്റ പേര്, ഒറ്റ ഫാക്ട് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രണവ് സിനിമയായി മാറുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.